ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ രഹസ്യ നീക്കങ്ങൾക്കൊടുവിൽ സുപ്രീം കോടതിയിൽ കേസ് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ. അതെന്താണ് എന്ന് പറയുന്നതിന് മുൻപ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഞെട്ടിക്കുന്ന ഒരു വിവരം ഇപ്പോൾ പുറത്തുവിടുകയാണ്. അതായത് ഗുജറാത്ത് സംസ്ഥാനത്ത് ആളുകൾ അറിയാത്ത അജ്ഞാതരായ 10 രാഷ്ട്രീയ പാർട്ടികൾക്ക് 2019-20 മുതൽ 2023-24 വരെയുള്ള കാലയളവിൽ ഈ 10 രാഷ്ട്രീയ പാർട്ടികൾക്ക് 4300 കോടി രൂപ, ലക്ഷമല്ല എന്നോർക്കണം, 4300 കോടി രൂപ സംഭാവനയായി ലഭിച്ചു. ഈ 10 പാർട്ടികൾ ജനം കേട്ടിട്ട് പോലുമില്ലാത്ത പാർട്ടികളാണ്. 3 തെരഞ്ഞെടുപ്പുകളിലായിട്ട്, അതായത് 2014, 2019, 2022 തെരഞ്ഞെടുപ്പുകളിൽ ഈ 10 പാർട്ടികൾക്ക് കൂടി ആകെ കിട്ടിയ വോട്ട് കണക്ക് 54,069 വോട്ടുകളാണ്. 43 സ്ഥാനാർത്ഥികളെയാണ് ഇവർ ആകെ നിർത്തിയത്. ഈ പാർട്ടികൾക്കൊക്കെ എവിടുന്നാണ് ഈ പണം വന്നത്? എവിടെയൊക്കെ ഈ പണം പാർട്ടികൾ ചെലവഴിച്ചു? തിരഞ്ഞെടുപ്പിൽ ചെലവഴിച്ചത് ആകെ 39.02 ലക്ഷം മാത്രമാണ്. മൊത്തം വന്നതാവട്ടെ 4300 കോടി രൂപയാണ്. ബാക്കി എവിടെ പോയി? ഈ പാർട്ടികളുടെയൊക്കെ നേതാക്കളാരാ? ഇതിനെക്കുറിച്ചൊക്കെ ഇലക്ഷൻ കമ്മീഷൻ അന്വേഷിക്കും. ഇത് സംഘപരിവാർ സ്പോൺസേഡ് പാർട്ടികളാണ്. ഇത്തരം കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി ചികഞ്ഞ് കണ്ടുപിടിക്കുന്നത്. ഇത് കുറച്ചൊന്നുമല്ല BJPയെ ഭയപ്പെടുത്തുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിശിതമായി വിമർശിച്ച് ചോദ്യം ചെയ്തുകൊണ്ട് തെളിവുകൾ സഹിതം രംഗത്ത് വന്ന രാഹുൽ ഗാന്ധിയും AICC പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയും ഇവർക്കൊക്കെ എതിരെ കേസെടുത്ത് അന്വേഷണം നടത്തി അവരെ ജയിലിൽ ആക്കണത്രേ. ഈ അന്വേഷണത്തിനായി ഒരു പ്രത്യേക അന്വേഷണ കമ്മീഷൻ രൂപീകരിച്ച് വേണം അന്വേഷണം നടത്താൻ എന്നൊക്കെയാണ് കേസിൽ പരാമർശിച്ചിരിക്കുന്നത്. ED, CBI, NIA തുടങ്ങിയ കേന്ദ്ര ഏജൻസികളിൽ നിന്നും തിരഞ്ഞെടുത്ത ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയായിരിക്കും ഇവർ ഒരു അന്വേഷണ ഏജൻസി രൂപീകരിക്കുക. ഇതാണ് കേസിലെ ഒരു പ്രധാനപ്പെട്ട ആവശ്യവും. എങ്ങനെ ഈ ഏജൻസി രൂപീകരിക്കപ്പെട്ടാലും BJP അടക്കമുള്ള സംഘപരിവാർ സംഘടനകളുടെ നിയന്ത്രണത്തിലുള്ള അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള രീതിയിലായിരിക്കും കാര്യങ്ങൾ മുന്നേറുക എന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. അഖില ഭാരതീയ ഹിന്ദു മഹാസഭയുടെ മുൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റായിരുന്ന സഞ്ജീവ് കുമാർ അഗർവാളാണ് ഈ കേസിന് പിന്നിലുള്ളത് എന്നാണ് അറിവ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഉന്മൂലനം ചെയ്യാൻ അവർ കച്ചകെട്ടി ഇറങ്ങാനുള്ള കാരണം എന്തായിരിക്കും? എന്തിനാണ് രാഹുൽ ഗാന്ധിയെയും മല്ലികാർജ്ജുൻ ഖാർഗെയെയും ലക്ഷ്യം വെച്ച് ഈ നീക്കം നടത്തുന്നത്? അതിന് കാരണമുണ്ട്. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപകീർത്തിപ്പെടുത്തി ഇന്ത്യൻ ജനാധിപത്യത്തിൽ വിള്ളലുകൾ വീഴ്ത്തിയ മോദിയുടെ വോട്ട് കൊള്ള വെളിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. കമ്മീഷനെതിരെ ചോദ്യങ്ങൾ ഉയർത്തിവിട്ടു. അതൊരു അപരാധമായി എടുത്താണ് ഈ നീക്കം. ലോകത്തിൽ തന്നെ ഏറ്റവും മഹത്തായ സംവിധാനമാണ് നമ്മുടെ ജനാധിപത്യ സംവിധാനം. അതിൻ്റെ നിയന്ത്രണം ഈ ഇലക്ഷൻ കമ്മീഷനാണ്. ഒരു കാലത്ത് ഇങ്ങനെ ഒരു കമ്മീഷനെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് ഒരറിവും ഉണ്ടായിരുന്നില്ല. 1990-ൽ TN ശേഷൻ 10ാമത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി വരികയും അതുവരെ ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയ പരിഷ്കരിക്കുകയും ചെയ്തു. തുടർന്ന് വന്ന തെരഞ്ഞെടുപ്പിൽ ആർജവത്തോടെ കടുത്ത നിയന്ത്രണത്തിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇടപെട്ടതോടെ TN ശേഷൻ ജനകീയനായി മാറുകയും കമ്മീഷന്റെ അധികാരത്തിൽ ജനം പിന്നീട് വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് അന്ന് കണ്ടത്. പാർട്ടികളുടെ അഴിമതിയും ഇലക്ഷൻ കാലത്തെ അനിയന്ത്രിതമായ പാർട്ടികളുടെ പ്രവർത്തനങ്ങൾക്ക് മേൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയും അന്ന് വരെ ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ പൊളിച്ചെഴുതി പാർട്ടികൾക്ക് മൂക്കുകയറിട്ടു TN ശേഷൻ. ജനാധിപത്യ പ്രക്രിയ അഴിമതിയില്ലാതെ നടത്തിയ ഒരു സുപ്രധാന ഏജൻസി ഇന്ന് മോദിയുടെ പോക്കറ്റിലെ കളിപ്പാവായി മാറിയത് ചൂണ്ടിക്കാട്ടിയതാണ് കോൺഗ്രസ് ചെയ്ത തെറ്റ്. ആ കോൺഗ്രസിനെയും നേതാക്കളെയും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ ഇപ്പോൾ BJP നീക്കം നടത്തുകയാണ്. വോട്ട് കൊള്ളയ്ക്കെതിരെ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ബീഹാറിൽ നടത്തുന്ന വോട്ടധികാർ യാത്ര ഇന്ത്യയാകെ
പ്രകമ്പനം സൃഷ്ടിച്ചിരിക്കുകയാണ്. അത് അധികാരത്തിൻ്റെ മോദി കോട്ട കൊത്തളങ്ങളെ വിറങ്ങലിപ്പിക്കുക തന്നെ ചെയ്തു. ഈ യാത്രയിൽ ഒറ്റക്കെട്ടായ ഇന്ത്യ മുന്നണിയിൽ ഇന്ത്യയുടെ മിക്ക പാർട്ടികളും ഇപ്പോൾ അണിനിരന്ന് കഴിഞ്ഞു. ഒരു മണ്ഡലത്തിലല്ല ഈ വോട്ട് കൊള്ള നടന്നിട്ടുള്ളത്. വിവിധ സ്ഥാപനങ്ങളിലെ മണ്ഡലങ്ങളിൽ സമാനമായ വിധം വൻ വോട്ട് കൊള്ള വെളിയിൽ വന്നു കഴിഞ്ഞു. ഈ അഴിമതിയും കൊള്ളയും പുറത്തു കൊണ്ടുവന്നതാണ് മോദിയിൽ കോൺഗ്രസിനെതിരെ പ്രകോപനം തീർത്തത്. ഈ വോട്ട് കൊള്ളയെയും വോട്ടധികാർ യാത്രയെയും മറക്കാൻ മോദി കൊണ്ടുവന്ന ഗിമ്മിക്കായിരുന്നു കേസിൽ ശിക്ഷിക്കപ്പെട്ട മന്ത്രിമാരെ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുമെന്ന ബില്ല്. അതും കോൺഗ്രസ് എതിർക്കുകയും വലിച്ചു കീറി മുഖത്തെറിയുകയും ചെയ്തു. ഇങ്ങനെ പോയാൽ കോൺഗ്രസ് പാർട്ടിയും പാർട്ടി നേതാക്കളും തങ്ങളുടെ ഹിന്ദു രാജ്യമെന്ന സ്വപ്നം നടപ്പിലാക്കാൻ സമ്മതിക്കില്ല എന്ന് മനസ്സിലാക്കി സംഘപരിവാർ നേതാക്കളും മോദിയും കിരാതഭരണം ചോദ്യം ചെയ്യപ്പെടും എന്നും ഭരണത്തിലിരുന്ന് ചെയ്തു കൂട്ടിയ അഴിമതികളെല്ലാം ഇവർ പുറത്തു കൊണ്ടുവരും എന്നതിനാലും ഈ പാർട്ടിയെ ഇല്ലായ്മ ചെയ്യേണ്ടത് തങ്ങളുടെ അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കിയാണ് അഗർവാളിനെ മുൻനിർത്തി ഒരു പൊതു താൽപര്യ ഹർജിയിലൂടെ ഈ നീക്കം നടത്തുന്നത്. രാജ്യത്ത് തങ്ങൾക്കെതിരെ വരുന്ന എതിർശബ്ദങ്ങളെ ആകെ നിശബ്ദമാക്കിക്കൊണ്ട് ഭരണഘടന പോലും മാറ്റിയെഴുതാൻ ശ്രമിക്കുന്ന അധികാര ദുർവിനിയോഗം നടത്തി സ്വേച്ഛാധിപതിയായി ഇന്ത്യൻ ജനതയെ ഭരിക്കാമെന്ന മോദിയുടെ വ്യാമോഹത്തിനാണ് രാഹുൽ ഗാന്ധി തടയിടുന്നത്. സ്വജീവന് ഭീഷണി നേരിട്ടിട്ടും തെല്ലും പതറാതെ ഇന്ത്യയുടെ ആത്മാവിനെ കയ്യിലെടുത്ത് പൊതിഞ്ഞു പിടിച്ച് മോദിക്കെതിരെ കുതിക്കുമ്പോൾ മോദിയുടെ 56 ഇഞ്ച് വിറങ്ങലിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതാണ് നിൽക്കക്കള്ളിയില്ലാതെ മോദി കോൺഗ്രസിനെയും കോൺഗ്രസ് നേതാക്കളെയും ലക്ഷ്യം വെക്കുന്നത്. ചരിത്രത്താളിലെ അക്ഷരക്കൂട്ടങ്ങൾക്ക് പോലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യക്ക് നൽകിയ സംഭാവനകൾ അറിയാം. ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ ഗർജിക്കാൻ കെൽപ്പ് കാണിച്ച നേതാക്കൾ അണിനിരന്ന പാർട്ടിയാണ് ഇത്. സ്വാതന്ത്ര്യ സമരത്തിൽ നെഞ്ചു വിരിച്ച് രക്തം ചിന്തി മരണം വരിച്ച് സ്വാതന്ത്ര്യം നേടിത്തന്ന ദേശസ്നേഹികൾ പടുത്തുയർത്തിയ പ്രസ്ഥാനമാണിത്. അതിനെ തകർക്കാൻ ഗാന്ധിയുടെ ഘാതകരുടെ പാർട്ടി വിചാരിച്ചാൽ കഴിയില്ല. കാരണം ഇന്ത്യക്ക് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച, ഇന്ത്യയെ പടുത്തുയർത്തിയ നേതാക്കളുടെ ചരിത്രമുറങ്ങുന്ന പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ചിതറിത്തെറിച്ച രക്തം മുക്കി നെറ്റിത്തടത്തിൽ പുരട്ടി രാജ്യത്തിൻ്റെ ഇടനെഞ്ചിൽ നിന്നും രാഹുൽ ഗാന്ധി ഇന്ത്യ എന്ന ആവേശത്തിൽ ഇന്ത്യയാകെ കുതിക്കുകയാണ്. ആ ധീരതയ്ക്ക് മുന്നിൽ രാജ്യം അണിനിരക്കുകയാണ്. അധികാരം കൊണ്ട് അടിച്ചമർത്താൻ നോക്കിയാൽ പതറാതെ നെഞ്ചും വിരിച്ച് രാജ്യത്തിന് വേണ്ടി പോരാടും രാഹുൽ ഗാന്ധി. ആ കൊടുങ്കാറ്റിനെ തടുക്കാൻ 56 ഇഞ്ച് നെഞ്ചിന് കഴിയാതെ വരും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.